എബോള വ്യാപനം രൂക്ഷമാകുന്നതിനിടെ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പരിശോധനകൾ ശക്തമാക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നൽകിയ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നവർക്ക് 21 ദിവസം വരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. സംസ്ഥാനത്തെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പരിശോധനകൾ ശക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിലെവിടെയും എബോള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അടിയന്തര സാഹചര്യം നേടുന്നതിനായി ഐസൊലേഷൻ സൗകര്യങ്ങളോട് കൂടിയ തീവ്രപരിചരണ വിഭാഗങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ PPE കിറ്റുകൾ ഉറപ്പാക്കാനും അണുബാധ നിയന്ത്രണ പ്രോട്ടോക്കോളുകളിൽ പ്രത്യേക പരിശീലനം നൽകാനും നിർദ്ദേശം നൽകി. എബോള ബാധിത രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പനി, ക്ഷീണം, തലവേദന, പേശീവേദന, ഛർദി, വയറിളക്കം, തൊണ്ടവേദന, രക്തസ്രാവം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവരും രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയവരും വിമാനത്താവളങ്ങളിലെ ഹെൽത്ത് ഡെസ്കിൽ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. മുൻകരുതൽ നടപടികൾ ശക്തമാക്കാൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കുമെന്നും തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവയും ഏർപ്പെടുത്തും. അന്താരാഷ്ട്ര യാത്രക്കാർ ഇമിഗ്രേഷൻ വിഭാഗത്തിന് സെൽഫ് ഡിക്ലറേഷൻ ഫോം സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.